ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. ഈ യാത്രയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് ഞാൻ നിങ്ങളോട് വഴിയെ പറയുന്നതായിരിക്കും. അപ്പം നമുക്കിന്ന് കൊച്ചുവേളിയിൽ നിന്നാണ് ട്രെയിൻ. അപ്പം നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൊച്ചുവേളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും വിഷ്ണുവും ഏട്ടനും ഞങ്ങളെല്ലാവരും കൂടി പാഴ്സൽ ഫുഡ് വാങ്ങിക്കാനായിട്ട് പുറത്ത് വന്നു. അവർ രണ്ടുപേരും ഒരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ പാഴ്സൽ വാങ്ങി നേരെ നമ്മൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോവാണ്. നമ്മുടെ ട്രെയിൻ അവിടെയാണ് കേട്ടോ. നമ്മൾ ഹംസഫറിലാണ് പോകുന്നത്. ഏകദേശം 5:30 ട്രെയിൻ കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ടല്ലോ, അത് ഞാൻ വഴിയെ നിങ്ങളോട് പറയും കേട്ടോ, മറന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ സീറ്റൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നല്ല പൊറോട്ടയും നല്ല ചിക്കൻ കറി അവിടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ. മൗലിക്കുട്ടന് പിന്നെ യാത്ര പോകും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ നല്ല എല്ലാവരും ഒരു ചിൽ ആ ഒരു വൈബിലിരിക്കുന്നുണ്ട്. എനിക്ക് ഇടയ്ക്ക് നല്ല ഉറക്കം വന്നു കേട്ടോ. അങ്ങനെ ഞാൻ നല്ല ഉറക്കമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ നമ്മൾ ബാംഗ്ലൂർ SMVT റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ രാത്രി ഏകദേശം വൈകിട്ട് 6 മണിക്കാണ് കേട്ടോ നമ്മൾ ഹംസഫർ ട്രെയിനിൽ കയറിയത്. അപ്പം ഞങ്ങൾ ഏകദേശം ഇപ്പം എവിടെ ആണെന്ന് എനിക്കറിയാൻ വയ്യ, എവിടെയോ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഏതൊരു പള്ളിയിലാണ്. അപ്പം നമ്മൾ നമ്മുടെ ബാംഗ്ലൂരുള്ള നമ്മുടെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോവാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾ ചെല്ലുന്ന കാര്യം. അപ്പം ഇന്നലെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴ് ഞങ്ങളിങ്ങനെ വീട്ടിലാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് ചെല്ലുമ്പം ഉണ്ടാവുന്ന ആ ഒരു റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചേച്ചാ, അങ്ങനെ നമ്മുടെ SNVT റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മുടെ ട്രെയിൻ അങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറയാൻ ട്രെയിൻ അടുത്തോട്ട് ഇറങ്ങുന്നവർ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി. ഈ SNVT റെയിൽവേ സ്റ്റേഷനിൽ ഒരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് കേട്ടോ. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാൽ തന്നെ അവരുടെ ആ ഒരു വീടിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുഞ്ഞമ്മയെ ഫോണിൽ വിളിക്കുവാണ് കേട്ടോ. കാരണം ഇന്ന് ഞാൻ അങ്ങനെ വിളിച്ചൊന്നുമില്ലായിരുന്നു. അപ്പം ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നൈസിന് സത്യം പറയാമല്ലോ, പുള്ളിക്കാരുടെ അടുത്തൊരു ഹോസ്പിറ്റൽ കേസാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇവിടുത്തെ സംസാരിച്ചുകൊണ്ട് പോവുകയാണേ. അങ്ങനെ ഇതാണ് കേട്ടോ വീട്. നമ്മൾ വരുന്ന ആരുമൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പം ഞാൻ പയ്യെ ഗേറ്റ് തുറന്ന് സത്യം പറഞ്ഞാൽ സംസാരിക്കുന്നെങ്കിൽ എനിക്ക് ചിരി ഉണ്ടായിരുന്നു, ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫോണ് കട്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പയ്യെ അങ്ങോട്ട് ചെന്നു. കുഞ്ഞമ്മ അച്ചുവും അനുവും ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി കേട്ടോ. അതിനുപരി നമ്മളും ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനകത്ത് അപ്പുറമായിട്ടാണ് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷയില്ല നമ്മൾ വരുമെന്ന്. ഞാനൊരു ഹോസ്പിറ്റൽ കേസാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോക്കിലായിരുന്നു ഇവർ. സത്യം പറഞ്ഞാൽ ഈ വിഷ്ണു ആണ് ഒറ്റ ഒരാളാണ് കേട്ടോ എൻ്റെ അടുത്ത് ഹോസ്പിറ്റൽ കേസ് നമുക്ക് പറയാമെന്ന്. ഞാൻ പറഞ്ഞേ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും പറയാമെന്ന്. അതിൻ്റെ ആ ഒരു ഷോക്കിലും കൂടി ആയിരുന്നേ. പക്ഷെ അതിലുപരി നമ്മളെല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മൗലിയെ കണ്ടപ്പോൾ അതിലേറെയും. അങ്ങനെ ഏട്ടനും വിഷ്ണുവും കൂടി തൊട്ടടുത്തുള്ള നെയ്ബേഴ്സിനെയും ഒക്കെ കാണാനായിട്ട് പോയി. കാരണം അവർ ഏകദേശം ഞങ്ങളൊരു 1 year ബാക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം അവർക്ക് ഞങ്ങളെയൊക്കെ അറിയാം. അങ്ങനെ അതിനുശേഷം അവർ ജസ്റ്റ് സ്ഥലമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പയ്യനെ, അവനെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴും നമ്മളെ അറിയാമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വട്ടം അവൻ നമ്മളെ കണ്ടിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ അവൻ. അങ്ങനെ അവൻ്റെ ചിറ്റയുടെ കടയാണ്. അവിടെ നേരിടും വിഷ്ണു കൂടി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും വന്നില്ല കേട്ടോ. ഞാനും ചിന്നുമൊക്കെ വന്നതിൻ്റെ ക്ഷീണത്തിൽ ഞങ്ങൾ കുഞ്ഞമ്മയുടെ കുറേ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലായിരുന്നു. ഇവർ വന്ന ഉടനെ തന്നെ തിരിയാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ പയ്യനൊരു ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഭയങ്കര ഹാപ്പി കേട്ടോ നമ്മളെ കണ്ടപ്പോഴത്തേക്ക്. അതാണ് ആ ഒരു പുഞ്ചിരിയും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ അന്വേഷിച്ച് കണ്ടേ. നമ്മൾ ആ SNVT റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ തൊട്ട് മുന്നിൽ.
അങ്ങനെ അച്ഛനൊന്ന് ഓഫീസിൽ പോകണമായിരുന്നു. അങ്ങനെ അവൻ ഒരുങ്ങി റെഡിയായി പോവുകയാണ്. നമ്മൾ വരുന്ന കാര്യമൊന്നും അറിഞ്ഞില്ലായിരുന്നില്ല, അതുകൊണ്ട് ലീവ് എടുക്കാനൊന്നും പുള്ളിക്കാരന് പറ്റിയില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ കുഞ്ഞമ്മ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശയും സാമ്പാറും ഉഴുന്നോടെയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി, ഒന്ന് പുറത്തേക്ക് ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാനും എണ്ണും കൂടി ഓട്ടോക്കാരൻ്റെ ഇതിൽ കയറി കേട്ടോ. അങ്ങനെ അവസാനം പുള്ളിയായിട്ട് ഞങ്ങൾ നല്ല വഴക്കായി. പറയാൻ കാരണം ഞങ്ങൾക്ക് പോകേണ്ടുള്ളത് ഒരു ഫിഷ് മാർക്കറ്റിലാണ്. പുള്ളി ഞങ്ങൾ ഓൾറെഡി എന്നിട്ട് പറഞ്ഞത് ഫയർ സ്റ്റേഷൻ എവിടെയാണെന്നേ ചോദിച്ചിട്ടുള്ളായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞത് ഫയർ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങളെ അയാൾ കുറേ ചുറ്റിക്കറക്കി അവിടെ കൊണ്ടുപോയി. അവസാനം എങ്ങനെയെങ്കിലും തിരിച്ച് ഇവിടെ വന്നു കേട്ടോ. അങ്ങനെ ഇത് കണ്ടോ, ഈ ഒരു ഗെയിം കണ്ടോ. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഒരു പണ്ടത്തെ ആ ഒരു ഓർമ്മയിലോട്ട് നമ്മൾ വരും കേട്ടോ. ഇവർ സത്യം പറഞ്ഞാൽ ഇവിടെ എപ്പോഴും പിള്ളേരും ആ ഒരു ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ വരുന്നേരം അമ്മൂനറിയത്തില്ലായിരുന്നു. അമ്മൂന് നമ്മൾ വമ്പ സർപ്രൈസ് കൊടുക്കുകയാണ് കേട്ടോ. കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും കയറി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ സ്കൂളിൽ നിന്ന് വന്നു. അപ്പോൾ അവൾ നോക്കാൻ നേരത്ത് മൗലി മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അവൾ ആദ്യമായിട്ടാണ് കേട്ടോ മൗലിയെ കാണുന്നത്. മൗലി ഇതുവരെ കണ്ടിട്ടില്ല. നൂലിയേട്ടനൊന്നും അവൾക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അവൾ ഇവിടെ അടുത്ത് സ്കൂളിൽ ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് ഹാൾ ടിക്കറ്റ് കൊടുക്കുന്ന ദിവസമായിരുന്നു. അങ്ങനെ അവരുടെ ഇന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വന്ന് മൗലിയെ നോക്കുകയാണ്. മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ റൂമിൻ്റെ അറ്റത്ത് നോക്കാൻ ദക്ഷിണെ കണ്ട് പുള്ളിക്കാർ ഭയങ്കര ഹാപ്പി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മൾ വരുമെന്നോ ഇങ്ങനത്തെ ഒരു സർപ്രൈസ് ആക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ കെട്ടിപ്പിടിച്ച് ദക്ഷിണ കുറേ ഉമ്മയൊക്കെ കൊടുത്തു. സത്യം പറഞ്ഞാൽ പപ്പയും വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ സർപ്രൈസ് പപ്പയ്ക്ക് അതിന് മുമ്പേ പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഫോണിൽ വിളിച്ച് പറഞ്ഞു പപ്പ ഞങ്ങൾ വന്നിട്ടുണ്ട്. അതിലുപരി ഭയങ്കര വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു, പപ്പയ്ക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഞാനും വിഷ്ണുവൊക്കെ ആയിട്ട് ഞങ്ങൾ കടയിലൊക്കെ പോയി. ദക്ഷിണോട്ട് ഒരു ഷർട്ടൊക്കെ വാങ്ങിച്ച് പപ്പയ്ക്ക് ഞങ്ങൾ കൊടുക്കുവാണ് കേട്ടോ. അവന് പപ്പയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പപ്പ, കുഞ്ഞമ്മ, അച്ചു ഇവരുടെ അടുത്തൊക്കെ ഒരു പ്രത്യേക സ്നേഹമാണ്. കാരണം ഇവരെയൊക്കെ ഡെയിലി വിളിക്കുകയും വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ കേക്കൊക്കെ കൊടുത്ത് കട്ട് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിച്ചൊക്കെ കൊടുത്ത്. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോൾ ഒരു ഭയങ്കര ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേ വരും. ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ അമ്മൂൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അച്ചു അങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ പപ്പയ്ക്ക് കൊടുത്തു. അങ്ങനെ അതിനുശേഷം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരുമായിട്ട് കഴിക്കുകയാണ്. ഇതാണ് ഏറ്റവും ഇളയാളാനും. അവൾ എക്സാം നടക്കുകയാണ് അവൾക്ക് കേട്ടോ. മൺഡേ ആകുമ്പോഴത്തേക്ക് എക്സാം തീരും.